കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഓരോ ദിവസവും മനുഷ്യൻ വിചാരങ്ങളുടെ മധ്യയിലാണ്. മാതാപിതാക്കളെ ആണെങ്കിൽ എൻ്റെ മക്കൾക്ക് ഞാൻ എങ്ങനെ ഈ കാര്യങ്ങൾ നടത്തി കൊടുക്കും, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ഭാവി കാലം എന്തായിരിക്കും, എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോൾ ഞാൻ പറയുന്നത് കേൾക്കാതെ മൊബൈലിന് അടിമയായി തൻ്റെ ഇഷ്ടം പോലെ നടക്കുന്നു, ഗെയിം കളിക്കുന്നു, അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരോടൊത്ത് പോകുന്നു, ലഹരി വസ്തു ഉപയോഗിക്കുന്നു. ഇവരുടെ ഭാവി കാലം എന്തായിരിക്കുമെന്ന് നീറിപ്പുകയുന്ന ഒരുപാട് മാതാപിതാക്കളുടെ മധ്യയിലാണ് ഇന്ന് നമ്മുടെ ജീവിതം. പ്രിയ ദൈവമക്കളെ, ദൈവവചനം എന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന്, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ മാത്രമല്ല ഒരു കാര്യത്തിലും വിചാരപ്പെടരുത് എന്ന് പറയുമ്പോൾ നാം എന്തിന് നമ്മുടെ തലമുറകളെക്കുറിച്ച് വിചാരപ്പെട്ട് നമ്മുടെ ആരോഗ്യം കളയണം? ഒന്ന് മാത്രം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നാം മിണ്ടാതിരിക്കുന്നതല്ല. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനത്തിന് അനുസരണമായി നടക്കുകയും പൈതങ്ങളെ ദൈവകരങ്ങളിൽ കൊടുത്ത് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ഏത് തരത്തിൽ എങ്ങനെയായിരുന്നാലും, ചിലപ്പോൾ നിങ്ങളോട് നല്ലവണ്ണം അനുസരണയോടെ ഇരിക്കുന്ന പൈതലായിരിക്കാം, അവർക്ക് ഒന്നും ചെയ്തു കൊടുക്കുവാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾ നിങ്ങൾ ഏറെ സ്നേഹിക്കുന്നവരായിരിക്കാം, അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലായിരിക്കാം നിങ്ങൾ. പക്ഷേ ഒരു കാര്യം, നിങ്ങളുടെ വിചാരങ്ങളെയും നിലവുകളെയും അറിയുന്ന ഒരു ദൈവമുണ്ട്. അത് നന്മയ്ക്ക് ഏതുവായിട്ടുള്ളത് ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല. ഓരോന്നും പ്രാർത്ഥനയോടും യാചനകളോടും കർത്താവിനോട് ബോധിപ്പിക്കേണ്ടേ ഉള്ളൂ. ഓരോ ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കർത്താവിനോട് നിങ്ങളുടെ കാര്യങ്ങൾ സങ്കടം ബോധിപ്പിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഏത് കാര്യത്തിൽ വേദനയോടെ ഇരിക്കുന്നോ അതിൽ ഒരു നന്മ കണ്ടെത്തുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇവിടെ പറയുകയാണ്, ആകയാൽ നാം എന്ത് തിന്നും, എന്ത് ഉടുക്കും, എന്ത് കുടിക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് എന്ന്. വിചാരപ്പെടുന്നത് നല്ലതല്ല. അത് നമ്മുടെ ശരീര ആരോഗ്യത്തെയും നഷ്ടപ്പെടുത്തും. അതുമല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുകയും ചെയ്യും. ആയതുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ മുമ്പോട്ട് പോകുവാൻ കർത്താവ് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് കർത്താവേ, ദൈവമേ, അനേക ആവശ്യങ്ങളോട് നിങ്ങളുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഇവർ ഏതിനെക്കുറിച്ച് വിചാരപ്പെട്ട് കലങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കർത്താവ്, ഇവിടെ മക്കളെക്കുറിച്ചാണോ, ഭർത്താവിനെക്കുറിച്ചാണോ, ഭാര്യയെക്കുറിച്ചാണോ, മാതാപിതാക്കളെക്കുറിച്ചാണോ, അല്ലെങ്കിൽ സഭയെക്കുറിച്ചാണോ, വിശ്വാസ കൂട്ടങ്ങളെക്കുറിച്ചാണോ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെക്കുറിച്ചാണോ, ദൈവമേ, ദൈവജോലിയുടെ കുറിച്ചാണ്, ഏതിനെക്കുറിച്ചാണ് വിചാരപ്പെട്ട് കർത്താവെ മനംനൊന്തു പോയിരിക്കുന്ന അടിയാൾക്കറിയത്തില്ല. പക്ഷേ ഇവർ ഈ സമയത്ത് എന്തിനെക്കുറിച്ച് വിചാരപ്പെട്ട് കലങ്ങുന്നുവോ അതിലൊരു മറുപടി എൻ്റെ ദൈവം അയച്ചു കൊടുക്കണം. ഈ ദിവസത്തിൽ കർത്താവെ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറയുന്ന അങ്ങയുടെ വചനം സത്യമാണെന്ന് ഇവർ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.